ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരാളുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗ്രോത്തും ഷോർട്ട്സ് ഫീഡും അതുപോലുള്ള കാര്യങ്ങളുടെ ഒരു ബാർ അല്ലെങ്കിൽ ഒരു പൈ ചാർട്ട് ഒരു ബാർ ചാർട്ട് ഇതേപോലെ ഒന്ന് കാണാൻ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമുക്ക് അതിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് എത്ര കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് എത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പോയിട്ടുണ്ട്, അങ്ങനെ നമുക്ക് എത്ര ടോട്ടൽ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തേത്. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയം വരെയുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ക്രോം എടുക്കണം. അപ്പോൾ ക്രോം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടിക്കേണ്ടത് www.youtube, ഞാൻ അടിക്കണ പോലെ അടിക്കണം, studio.com എന്ന് അടിക്കണം. വേറെ ഏതാണ്ടാണ് വന്നത്, ഒന്നുകൂടെ എടുക്കാം നമുക്കത്. www. ഓക്കെ, നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്താണ് വരുന്നത്, നമുക്ക് വേറെ ഏതാണ്ടാണ് വരുന്നത്. ഓക്കെ, നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഞാൻ www. അടിക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് കാണും. ഓക്കെ, ഏറ്റവും ആദ്യം തന്നെ ലോഗിൻ, പ്രോസസ്സിംഗ് റീച്ച്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണും. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് എഴുതിയത് നീല കളറിലായിരിക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അത് വയലറ്റ് കളർ. ഞാൻ എടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അത് വയലറ്റ് കളറിലാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നവരായതുകൊണ്ട് തന്നെ അത് നീല കളറിലായിരിക്കും. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ അക്കൗണ്ടുള്ള ക്രോമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാത്ത അക്കൗണ്ടല്ല ആ സമയത്ത് നമുക്ക് കിട്ടുകയില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളെല്ലാം കെയർഫുള്ളായിട്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ അബദ്ധത്തിൽ വേറെ ഇതൊന്നും കയറി ഞെക്കരുത്. നമ്മളിവിടെ കാണിക്കുന്നത് 100% ട്രൂത്ത് ആണെന്നുള്ളത് സത്യം. അപ്പോൾ നമ്മൾ ഇനി പറയാനുള്ളത്, ഇത് നമ്മൾ ഈ ഒരു സ്ക്രീൻ നമുക്ക് കിട്ടും. ആ ബട്ടൺ ഞെക്കിക്കഴിയുമ്പോൾ നമ്മുടെ ചാനൽ ഡാഷ്ബോർഡ് ആയിരിക്കും ഏറ്റവും അധികം വരുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും മേളിലായിട്ട് റൈറ്റ് സൈഡ് അപ്പർ കോർണറിൽ 3 കുത്ത് കാണും. അത് ഞെക്കിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ തോണ്ടണം. ആ സമയത്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് കാണും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ അല്ലായിരിക്കും. ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ടിക്ക് വരും. ഞാനത് ഓൾറെഡി ഇട്ടത് കൊണ്ടാണ്. ഇപ്പം ഞാനത് ഓഫ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ വരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് വരുന്നത്, ഗെറ്റ് ദ ആപ്പ്. ഇതായിരിക്കും വരിക. നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് വരും, ഉണ്ടോ? അതിൻ്റെ ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്താണ് പിടിക്കുന്നത്, അതാണ് എനിക്ക് വശം. ഇത് നമ്മൾ എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് അറിയേണ്ടത് എന്താണ്, ചാനലിൻ്റെ ഗ്രോത്ത്. അതിന് നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ, സെറ്റിങ്സ് കയറി വന്നു. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുണ്ടോ, ഈ ഒരു കണ്ടൻറ്റ് ഇതുണ്ടോ, നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. അതിൽ ഞാൻ ഫോൺ സ്ട്രൈറ്റ് ആക്കി ഇനി കാണാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, നമുക്ക് ചാനൽ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അനാലിറ്റിക്സ് അതാണ് ഇപ്പം ഞാൻ കണ്ടോ ഈ റെഡ്. ഇപ്പം നമ്മൾ റെഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് വരും. അത് ഞെക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു യുവർ ചാനൽ ഗോട്ട്
ആ ഒരു ലാസ്റ്റ് 28 ഡേയ്സിലുള്ള ഇത് കാണും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി റൊട്ടേറ്റ് ചെയ്യാണ്. അയ്യോ മൈ ഗോഡ്. ഓക്കെ, ഈ ഒരു ബാർ ചാർട്ട് വരും. ഇത് നമ്മൾ സീ മോർ ഞെക്കണം. ഓക്കെ, സീ മോർ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഓക്കെ, നമ്മൾ മൊബൈലാണ്, അത് മറക്കരുത്. ഓക്കെ, മൊബൈലിൽ കണ്ടോ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ചാനൽ ഗ്രോത്ത് അല്ല, നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇട്ട വീഡിയോസിൻ്റെ ഓരോ ഇതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ഫോണിലാണ് ഇതെടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇതൊരു ഫോണിലാണ് ഡെസ്ക്ടോപ്പ് സൈറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഫോണിൽ അല്ല ലാപ്പിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ ഒന്ന് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക, അനാലിറ്റിക്സ് എടുക്കുക, സീമോറി വെക്കുക, ഇവിടെ വരിക. ആ സമയത്ത് നിങ്ങൾക്ക് ലാപ്പിലാണെങ്കിൽ അല്ല, ഇപ്പോൾ മൊബൈലിൻ്റെ കാര്യം പറയാം. മൊബൈലിൽ എടുക്കുന്നവർ ഇത് ഇങ്ങനെ വരും. അതിൽ ഇവിടെ കണ്ടൻറ്റ്, ട്രാഫിക് സോഴ്സ്, ജിയോഗ്രഫി, സിറ്റീസ്, വ്യൂവറേജ്, വ്യൂവർ ജെൻഡർ, മോർ, അത് കാണും. അതിൽ മോർ ഞെക്കണം. അതിൽ സബ്സ്ക്രിപ്ഷൻ സോഴ്സ് എന്ന് പറഞ്ഞ് ഡേറ്റ സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് കഴിഞ്ഞിട്ട് കിടക്കണം എന്നുണ്ട്. അത് ഞെക്കണം. ഓക്കെ, അത് ഞെക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഓരോ ഇതൊക്കെ കാണാൻ കഴിയും. ഇതിങ്ങനെ ഞെക്കി പോകുമ്പോൾ ഓരോ നമ്മുടെ ചാനലിന് ഉണ്ടായിട്ടുള്ള ഓരോ ഇത് നമുക്ക് കാണാം. ആ സമയത്ത് നമ്മളിങ്ങനെ തോണ്ടി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടതേ ഇവിടെ നോക്കി, സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ഈ ഒരിത്. പക്ഷെ നമുക്ക് ശരിക്കും ഇത്രയല്ല സബ്സ്ക്രൈബേഴ്സ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈവ് കൗണ്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമ്മുടെ കറക്റ്റായിട്ടുള്ളത് കാണാൻ വേണ്ടി, മനസ്സിലായോ? കറക്റ്റായിട്ടുള്ളത് കാണാൻ വേണ്ടി നമ്മൾ ഈ നമ്മളെ ടോട്ടൽ കാണിക്കുന്നുണ്ട് 829. അതല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അതിൽ ഈ നമ്മൾ ഇവിടെ ഈ ഒരു ഓപ്ഷനുണ്ട്. അതിൽ നമ്മൾ ലൈഫ് ടൈം ഞെക്കണം. അതായത് നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്തേക്കണം. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് 1393 അതിൽ 1093 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിൽ ലോസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 1100 അതായത് 1195 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് നേരെ പിടിച്ചാണെങ്കിലും കറക്റ്റ് കാണാൻ പറ്റും. ഉണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാനലിൻ്റേതായിട്ട് കാണുന്നത് ഈ നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് 1195 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണെന്ന് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ബാക്ക് ചെയ്ത് പോകണം. ഓക്കെ, നമ്മൾ ഡാഷ്ബോർഡിലെത്തണം. നമ്മൾ ഏറ്റവും ആദ്യം എവിടെ, അത് നമ്മളിങ്ങനെ പതുക്കെ ബാക്ക് ചെയ്ത് പോകുമ്പോൾ എത്തും നമ്മളവിടെ. ഓ മൈ ഗോഡ്, നമ്മൾ എല്ലാം ബാക്കായിപ്പോയി. എനിക്ക് അതൊന്നുകൂടി എടുത്താൽ മതി. ഇതൊക്കെ എന്ത് അത് നിസ്സാരം. ഓക്കെ ചാനൽ ഡാഷ്ബോർഡ് വന്നു. അതിൽ നമുക്ക് ചാനൽ അനാലിറ്റിക്സ് ഒക്കെ വരുന്നുണ്ട്. അതിൽ നമുക്കിതേ റീക്കൻ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് സിയോളി ആക്കാം. സിയോള് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ലോഡായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡേയ്സിൻ്റെ ഇത് കണ്ടോ, അത് നമ്മൾ ലൈഫ് ടൈം ആക്കുക. നമുക്കെല്ലാം ലൈഫ് ടൈമാണ് വേണ്ടത്, അല്ലാണ്ട് ഈ അടുത്ത ദിവസങ്ങളിലുള്ളവരൊന്നുമല്ല. ഓക്കെ, ലൈഫ് ടൈമിൽ നമുക്ക് കാണാം. നമുക്ക് ഫോൺ നേരെ പിടിച്ചാലേ ഇത് നമുക്ക് കറക്റ്റ് ഒരു വൈബിൽ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഓക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശ്രുത് കിച്ചൻ, ലൈഫ് ടൈം, ഗോൾഡൻ ഫ്നാഫ് അതായത് 5 Nights at Freddy, 1 സ്റ്റാർ, ഐ സ്റ്റാർ, അങ്ങനെയാണ്. മറി, ലാ ഡുറാന, ന്യൂസ് വേൾഡ്, MK റോവിന, ഗ്രാൻഡ് ഗുസ്റ്റിൻ ഫാൻ, JLP അല്ലൻ, പിന്നെ ഏതൊരു ഭാഷയിലൊരു ഗുസ്താവോ,
ക്യൂ ഹീറോസ്, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇത് വലിയൊരു സൈസിൽ കാണണമെങ്കിൽ ഓക്കെ, നമ്മൾ സൈസിലാക്കി. ഇതാണ് നമ്മുടെ ഒരു പേജ്. ഞാൻ അടുത്ത പേജിലേക്ക് പോകണം അല്ലേ? നോക്കട്ടെ, ഇത് നമുക്കൊരു പേജേ ഉള്ളൂ. ഓക്കെ, ഇതൊരു പേജ്. ഇത് എത്ര പേരുണ്ടെന്ന് നമുക്ക് 1 2 3 4 5 6. ഇതെൻ്റെ അങ്കിളാണ് ബോബി തോമസ്. അങ്ങനെ കുറേ പേരുണ്ട് ഗൈസ്. ജിൻസി ജോർജ് ഒക്കെ എനിക്കറിയാവുന്ന ആൾക്കാരാണ്. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെ അടുത്ത പേജ് ഉണ്ടോ? അതിലും കുറേ പേരൊക്കെ ഉണ്ട്. സ്പൈഡർ ബോയ്സ് ആരൊക്കെ? ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ഇത് ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സാണ്. ഇത് വല്ലതും 100 മേളിൽ കാണും ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇതുണ്ടോ എന്തോരം ഉണ്ടെന്ന് നോക്കിയേ. പിന്നെ അത് ഈ ഒരു പേജിലുണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ള പേജിലുണ്ട്. ഇതാണ് നമ്മുടെ ലൈഫ് ടൈം ഉണ്ടോ? ഇതാണ് നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാം ബാക്ക് ചെയ്തു. നമുക്ക് ഇനി ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് ഞാൻ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം.